നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമുദായത്തിനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ എത്രയാണ് നമ്മുടെ കേരളീയ സമൂഹങ്ങളിൽ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറയുകയും വേണ്ട. നമ്മുടെ കൺമുമ്പിൽ ഇത്രയധികം ദുൽമുകളും അക്രമങ്ങളും നടക്കുമ്പോ അതിനെതിരെ പ്രവർത്തിക്കുകയും ജാഗരൂകരാവുകയും ചെയ്യേണ്ടത് മനസ്സാക്ഷിയും പ്രതിബദ്ധതയുമുള്ള സർവ്വ മനുഷ്യരുടെയും ബാധ്യതയാണ്. അത്ഭുതകരമായൊരു സംഭവമുണ്ട്. മുഅ്തദിദ് ബില്ലാ എന്ന് പറയുന്ന അബ്ബാസി ഭരണാധികാരിയുടെ അമവി ഭരണാധികാരിക്ക് ശേഷം വന്ന മുഅ്തദിദ് ബില്ലാ, അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതം അള്ളാഹു കാണിച്ചു കൊടുത്തു. ഒരു പാവപ്പെട്ട പെണ്ണിനെ അതിക്രമിച്ച് ആ പെണ്ണിനെ ക്രൂരമായി ശാരീരിക പീഡനത്തിന് ഇരയാക്കി ആ പെണ്ണിനെ വെള്ളത്തിലേക്ക് തള്ളിവിട്ട ഒരു കപ്പിത്താന് എതിരെ പിടിക്കാൻ അള്ളാഹു നൽകിയ നിർദ്ദേശം. ഈ സംഭവം ദുൽമ് ചെയ്യുന്ന ഒരാളെയും അള്ളാഹു വിടുന്നില്ല. അതുകൊണ്ടാണ് ഏത് അക്രമങ്ങൾ നടന്നാലും അക്രമങ്ങളുടെ ട്രേസുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അക്രമികൾ അങ്ങനെയാണ് നിയമപാലകന്മാർ പിടിക്കുന്നത്, ഡിറ്റക്റ്റീവ്സ് അങ്ങനെയാ പിടിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്ന ആളുകൾ അക്രമികൾ ഇട്ടേച്ചു പോകുന്ന തെളിവുകളുണ്ട്. ഇത് അള്ളാഹുവിന്റെ ലോകമാണ്, അള്ളാഹുവിന്റെ ഇടപെടലുണ്ട് എന്നതിന്റെ അടയാളമാണത്. ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് നീതി വേണമെന്ന അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷേ നീതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്ത് വീഴ്ച വരുത്തുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റക്കാരാണ്. വേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദൽ ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ മുഹമ്മദ് അൽ ഹുസൈൻ ഇബ്നു മുഹമ്മദ് സ്വാലിഹി, അദ്ദേഹം മുഅ്തദിദ് ബില്ലയുടെ കൊട്ടാരത്തിലെ ഒരു അന്തേവാസിയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ രാജാവ് മുഅ്തദിദ് ബില്ലയുടെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ കട്ടിലിന് ചുറ്റും ഞങ്ങൾ ഒരു നട്ടുച്ച നേരത്ത് ഇരിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ ഉറങ്ങി. ചെറിയൊരു ഉറക്കം. ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം ഉറങ്ങിയതാണ്. ഉറങ്ങി പെട്ടെന്ന് പേടിച്ച് ഇയാൾ ഉണരുകയാണ്. ആര്? മുഅ്തദിദ് ബില്ലാ എന്ന രാജാവ്, അവിടുത്തെ ഖലീഫ. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റു. എന്നോട് പറഞ്ഞു, യാ ഖദം, എവിടെയാണ് എന്റെ വേലക്കാർ? എല്ലാരും ഓടി വന്ന്, എന്ത് പറ്റി രാജാവേ? ഞാൻ പറഞ്ഞു, ഉടനെ പോവണം. കടൽക്കരയിൽ ആളൊഴിഞ്ഞു നിൽക്കുന്ന ഒരു കപ്പൽ വന്നിട്ടുണ്ട്. ആ കപ്പലിൽ നിന്ന് ഒരു കപ്പിത്താൻ താഴെ ഇറങ്ങാൻ പാടുപെടുന്നുണ്ട്. അയാളെ കയ്യോടെ എന്റെ മുമ്പിലേക്ക് പിടിച്ചുകൊണ്ടുവരണം. ഇതാണ് ഡ്യൂട്ടി. ഓടുകയാണ് പരിചാരകർ. ഇറാഖിലാണ് സംഭവം നടക്കുന്നത്. അറേബ്യൻ കടലെന്നോ പേർഷ്യൻ കടലെന്നോ വിളിക്കുന്ന കടലിലാണ് സംഭവം. ഓടി കപ്പിത്താനെ പിടിക്കാൻ വേണ്ടി ഒരുപാട് കപ്പലുകൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൽ ആളൊഴിഞ്ഞ ഒരു കപ്പലിൽ നിന്നൊരു കപ്പിത്താൻ പതിയെ മെല്ലെ മെല്ലെ ചാടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അയാളെ പിടിച്ചു മുഅ്തദിദ് ബില്ലയുടെ പോലീസുകാർ. നേരെ കൊണ്ടുവന്നു. മുഅ്തദിദ് ബില്ല പറഞ്ഞു, നേരെ എന്റെ മുമ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുവരണം, ഇന്നേരം ഹാജരാക്കണം. കൊണ്ടുവന്നു. ഞങ്ങൾ അയാളെ കൊണ്ടുവന്നു. ആ മനുഷ്യൻ ആർത്തട്ടഹസിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? ഒന്നും അറിയില്ല, നിങ്ങളെ പിടിക്കണമെന്ന് രാജാവ് ഞങ്ങളോട് നിർദ്ദേശിച്ചതാണ്. കൊണ്ടുവന്നു. മുഅ്തദിദ് ബില്ല ചോദിച്ചു, പേടിപ്പെടുത്തുന്ന ശബ്ദത്തിൽ, ഉസ്ദുഖ്നി യാ മൽഊൻ, ശപിക്കപ്പെട്ടവനെ, നീ എന്നോട് പറ, ഇന്ന് നീ കൊലപ്പെടുത്തിയ പെണ്ണിന്റെ കഥ എന്താ? ഇന്ന് നീ കൊലപ്പെടുത്തിയ ആ പെൺകുട്ടിയുടെ കഥ നീ എന്നോട് പറ എന്ന് പറഞ്ഞപ്പോ, മുഅ്തദിദ് ബില്ലയുടെ ആഹ്വാനം കേട്ടപ്പോ, അട്ടഹാസം കേട്ടപ്പോ പേടിച്ചു വിറയ്ക്കാൻ. നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടും. പറഞ്ഞേക്കണം, എന്ത് നീ ചെയ്തു? നിരപരാധിയായ ഒരു പെണ്ണിനെ നീ ഇന്ന് എന്താണ് ചെയ്തത്? പേടിച്ചു വിറച്ചു. കാര്യം പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ പ്രഭാത സമയം ആ പെണ്ണ് സഞ്ചാരിയായി എന്റെ കപ്പലിൽ കയറിയിട്ടുണ്ട്. പ്രഭാത നേരമായപ്പോ എല്ലാവരും ഉറങ്ങുന്ന നേരം ഞാൻ ആ പെണ്ണിനെ കണ്ടുവെച്ചു. അതിസുന്ദരിയായവൾ, ലം അറ മിസ്ലഹാ, അവളെപ്പോലെ സൗന്ദര്യമുള്ളവളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അലൈഹാ സിയാബുൻ ഫാഖിറ, മനോഹരമായ വസ്ത്രം അവൾ അണിഞ്ഞിട്ടുണ്ട്. വഹുലിയുൻ കസീർ, ഒരുപാട് ആഭരണങ്ങളുമുണ്ട്. ഒരുപാട് ആഭരണങ്ങൾ. ഞാനത് കണ്ടപ്പോഴേ കൊതിച്ചു. അവളുടെ കൂടെ സമ്പത്തുണ്ട്, അവളിൽ സൗന്ദര്യമുണ്ട്, എല്ലാം ഒത്തിണങ്ങിയിരിക്കുകയാണ്. ഞാൻ തക്കം പാർത്തിരുന്നു. എല്ലാവരും ഉറങ്ങുന്ന നേരം
അവളുടെ ക്യാബിനിൽ ചെന്ന് അവളെ വായ മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് ഞാൻ അവളെ കൊണ്ടുവന്നു എന്റെ ക്യാബിനിലേക്ക്. ആളുകൾ അറിയുന്നില്ല, സുബഹിന്റെ നേരമാണത്. അവളുമായി ശാരീരിക വീഴ്ചയിൽ ഞാൻ ഇടപെട്ടു, അല്ലെങ്കിൽ ഞാൻ ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ടു, ഹറാമായ വ്യഭിചാരം ചെയ്തു. അവളുടെ സർവ്വ ആഭരണങ്ങളും ഞാൻ പറിച്ചെടുത്തു. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവരുടെ ശ്വാസം മുട്ടിച്ച് ഞാൻ കടലിലേക്ക് എറിയുകയും ചെയ്തു. ഇതാണ് ഞാൻ ചെയ്ത പാതകം. അവരുടെ ആഭരണം മുഴുവനും എടുത്ത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്റെ വീട്ടുകാർ ചോദിക്കുന്നത് എവിടുന്ന് കിട്ടി? ഈ കൊലപാതകം പുറത്താവുമെന്ന് വിചാരിച്ച് ഞാൻ ഈ ആഭരണങ്ങൾ മുഴുവനും എന്റെ കപ്പലിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയാൻ, എന്നിട്ട് പറഞ്ഞു, ബഗ്ദാദിനും കൂഫക്കും ഇടയിലുള്ള വാസിഫ് എന്ന് പറയുന്ന സ്ഥലം എന്റെ ഒരു സുഹൃത്തിന്റെ നാടാണ്. അവിടേക്ക് ഈ സ്വർണവും ആഭരണവും കടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ കപ്പിത്താന്മാർ ഒഴിഞ്ഞ നേരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഈ കടൽക്കരയിൽ. എല്ലാവരും പോയെന്ന് കണ്ടപ്പോ ഞാൻ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പോലീസുകാർ എന്നെ വന്ന് പിടിച്ചുകൊണ്ടുപോയത് എന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. മുഅ്തദ് ബില്ല പറഞ്ഞു കൂട്ടുകാരോട്, ഈ മനുഷ്യനെ ഈ നേരം കടലിൽ കൊണ്ടുപോയി ജീവനോടെ മുക്കിക്കൊല്ലുക. എന്നിട്ട് ബഗ്ദാദിൽ വിളിച്ചു പറയണം, ഇന്നാലിന്ന അടയാളങ്ങളുള്ളൊരു പെണ്ണ്, ഇന്നാലിന്ന ആഭരണങ്ങൾ അണിഞ്ഞ വസ്ത്രമണിഞ്ഞ പെണ്ണ് ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർ തെളിവ് സഹിതം വന്നാൽ അതിന്റെ രേഖകളും ആ പെണ്ണിന്റെ ആഭരണങ്ങളും കൈമാറാമെന്ന് ബഗ്ദാദിൽ വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു. ഈ കപ്പിത്താനെ മുക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പെണ്ണിന്റെ ഉമ്മയും വാപ്പയും മുഅ്തദ് ബില്ലയെ കാണാൻ വരുന്നു. ബഗ്ദാദിലേക്ക് കടന്നു വരികയാണ്. അവര് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയാണവർ. അവരിന്നാലിന്ന ദിവസമാണ് പോയത്, ഇന്നാലിന്ന ആഭരണമാണ് അണിഞ്ഞത്, ഇന്നാലിന്ന വസ്ത്രമാണ് അവരിട്ടത്. പറഞ്ഞു നോക്കുമ്പോൾ മുഴുവനും പറഞ്ഞ പോലെ. ആ ഉമ്മയും അപ്പയും ചോദിച്ചു, യാ മൗലായി മൻ അലമക്, യജമാനരെ ആരാണ് നിങ്ങളോട് കഥ പറഞ്ഞു തന്നത്? ഇങ്ങനൊരു കപ്പിത്താൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മോളെ കടലിൽ മുക്കിക്കൊന്ന വിവരം ആരാണ് നിങ്ങളോട് പറഞ്ഞത്? എവിടുന്നാണ് നിങ്ങൾക്കറിയാൻ പറ്റിയത്? ഏതാണ് ഈ പെൺകുട്ടിയുടെ വിവരം ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഫീ മനാമി റജുലൻ ശൈഖൻ അബ്യദ അർ-റഅസ് വൽ-ലിഹ്യതി വസ്-സിയാബ്. ഞാൻ ഉറങ്ങുന്ന ചെറിയ ഒരു മയക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. വെളുത്ത ശരീരമുള്ള, വെളുത്ത താടിയുള്ള, വെള്ളവസ്ത്രം ധരിച്ച പ്രായമുള്ള ഒരു നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, യാ അഹ്മദു, അഹ്മദേ, അവ്വലു മല്ലാഹിൻ യൻഹദിറു സ്സാഅ. ഈ സമയം കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു കപ്പിത്താൻ, അതിന്റെ ക്യാപ്റ്റൻ, അയാളെ പിടിച്ചേക്കണം. ഇന്ന് അക്രമം ചെയ്ത് ഒരു പെണ്ണിനെ കൊല ചെയ്ത ആളാണ് അയാൾ. അവരുടെ ആഭരണവും വസ്ത്രവും അയാൾ എടുത്തിട്ടുണ്ട്. അയാൾക്ക് അർഹമായ ശിക്ഷ കൊടുത്തേക്കണം. അക്രമി ഒരിക്കലും രക്ഷപ്പെട്ടു പോവരുത് എന്ന് ആ ഒരു മനുഷ്യനാണ് എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു തന്നത്. അപ്പോഴാണ് ഞാൻ ഇയാളെ പിടിച്ചത് എന്ന് മുഅ്തദ് ബില്ലയുടെ കൊട്ടാരവാസികൾ മുഴുവനും സാക്ഷിയായ, ബഗ്ദാദ് സാക്ഷിയായ സംഭവമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിനെ സംരക്ഷിക്കുകയോ ആ ഒരു പെണ്ണിന് ദുൽമ സംഭവിച്ചു പോയ നേരത്ത് കൊലപാതകയെ പിടിച്ചുകൊണ്ടു കൊടുക്കാൻ അല്ലാഹു തആല അന്നത്തെ ഭരണാധികാരിക്ക് സ്വപ്ന ദർശനം നൽകുന്നത് ഒരു അക്രമിയും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഒരു മാലിമും ഒരു അക്രമിയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മാലോകരെ പഠിപ്പിക്കാനാണ്. എത്രയോ സംഭവങ്ങളുണ്ട് ഇങ്ങനെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.